നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരച്ഛന്റെ സ്നേഹവും വാത്സല്യവും എന്റെ മക്കളോടെന്ന പോലെ തന്നെയാ അർച്ചനയ്ക്കും കൊടുത്തത്. എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ ഒരു ചതി കാണിച്ചപ്പോ ഒരു തരത്തിലും എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം ഈ വീട്ടിലും സമൂഹത്തിലും ഞാൻ അപമാനിക്കപ്പെട്ടു. ഭർത്താവിന്റെ അച്ഛനിൽ കവിഞ്ഞ് സ്വന്തം അച്ഛനെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടും എന്നെ ചതിക്കാൻ അവൾക്കുണ്ടായ ധൈര്യം ആ സ്നേഹം തന്നെയല്ലേ? എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടും ഇത്രയും വലിയൊരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചതും അവളുടെ ഭർത്താവ് അടക്കമുള്ളവരെ വിഡ്ഢിയാക്കിയതിനും എന്ത് ന്യായീകരണമാ അർച്ചനയ്ക്ക് പറയാനുള്ളത്? അർച്ചന വിഷമിക്കുന്നു എന്ന് പറയുന്നതിന്റെ എത്രയോ ഇരട്ടി ഞാനും അവന്തികയും അനഘയും ഒക്കെ വിഷമിച്ചുവെന്ന് മോൾക്കറിയൂ? അവന്തികയുടെയും അനഘയുടെയും കണ്ണീരിനു മുമ്പിൽ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റുന്ന തെറ്റല്ല അർച്ചനയുടേത്. അതുകൊണ്ട് തന്നെ അർച്ചനയോട് എനിക്ക് ക്ഷമിക്കാനാവില്ല. നീ വന്നു പറഞ്ഞിട്ട് പോലും ഞാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ അത് എന്റെ മനസ്സിൽ എത്രത്തോളം വിഷമം ഉണ്ടാക്കിയതാവണമെന്ന് നീ ആലോചിച്ച് നോക്കിയാൽ മതി. അല്ലച്ച, ഞാൻ പറഞ്ഞു വന്നത് മോളെ, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുക. വീണ്ടും നീയായിട്ട് അതൊക്കെ പറഞ്ഞ് എന്നെ ഓരോന്ന് ഓർമ്മിപ്പിക്കരുത്. അതിലെല്ലാം ഉപരി അർച്ചനയുടെ ഒരു കാര്യവും കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ചേച്ചി ഇവിടെ പത്രവും വായിച്ചുകൊണ്ടിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവിടുത്തെ കാര്യമൊന്നും പത്രത്തിലില്ല, അതുകൊണ്ട് അറിഞ്ഞതുമില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറയും. മറ്റവള് വന്നിട്ടുണ്ട്, ഡോക്ടർ സന്ധ്യ. സന്ധ്യയോ? അവളെന്തിനാ വന്ന്? എനിക്കറിയില്ല. സേതുമാധവന്റെ മുറി കയറി അയാളോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് ഇപ്പതേ സ്നേഹയോട് സംസാരിച്ചോണ്ട് നിപ്പുണ്ട്. എന്തിനാണോ അവൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അതിനിപ്പോ നീ ടെൻഷനാവുന്ന എന്തിനാ? അവൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ളതല്ലേ. ഇത് അതുപോലൊരു വരവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അർച്ചനയുടെ കാര്യം പറയാനാവും അവള് വന്നത്. നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സന്ധ്യയുടെ വർത്തമാനത്തിൽ അയാൾ മറന്ന അങ്ങേരും അർച്ചനയും വീണ്ടും പഴയതുപോലെ ആവും. പിന്നെയുള്ള നമ്മുടെ അവസ്ഥയെപ്പറ്റി അറിയാലോ. ഇനി അങ്ങേരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞു അയാളുടെ സ്വഭാവം മാറ്റി കാണുമോ എന്തോ. എനിക്കേ ഈ സന്ധ്യ എത്ര നാളായിട്ട് അറിയാം? കറക്റ്റ് കണക്കൊന്നും എന്റെ കയ്യിലില്ല, കുറെ നാളോട്ട് അറിയാം. എന്നാലേ എനിക്ക് അവളെ നിന്റെ പ്രായം തൊട്ടറിയാം. അവളൊരു കാര്യം എങ്ങനെ ഏത് വഴിക്ക് ചിന്തിക്കുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. കുറെ കാലം പരസ്പരം കൂട്ടുകാരികളായി തോളിക്കൈയിട്ട് നടന്നവരല്ലേ ഞങ്ങൾ. നമ്മൾ ചിന്തിക്കുന്നതിന്റെ പകുതി പോലും അവൾക്ക് ഊഹിക്കാൻ പറ്റില്ല. അർച്ചനയുടെ ഉപദേഷ്ടാവ്, അതിനപ്പുറം ഒരു പട്ടവും സന്ധ്യക്ക് നീ ചാർത്തി കൊടുക്കണ്ട. സന്ധ്യ പറയുന്നതൊക്കെ കേട്ട് അവസാനം കുഴി ചാടാനാ അർച്ചനയ്ക്ക് യോഗം. മനസ്സിലായോ നിനക്ക്? എനിക്ക് മനസ്സിലായി. നീ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് ഇവൾക്ക് മനസ്സിലായില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിന്ന്. എനിക്ക് മനസ്സിലായത് എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. നിനക്കിപ്പോഴും തലയ്ക്ക് വെളിവ് വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു മണ്ടത്തരം നീ നിന്റെ അനിയത്തിയോട് പറയോ? അർച്ചന കുഴിയില് വീഴുമെന്നൊക്കെ. അർച്ചന ഇപ്പൊ പോകുന്ന റൂട്ട് വളരെ കറക്റ്റ്. പെട്ടെന്ന് വീഴാൻ പാകത്തിന് ഒരു കുഴിയും ഇല്ല. അതിന് അർച്ചനയ്ക്കൊരു ഉപദേഷ്ടാവിന്റെ ആവശ്യവും ഇല്ല. നീ നേരത്തെ പറയുന്നത് കേട്ടു, ഞാനും നീയും പരസ്പരം തോളിൽ കൈയിട്ട് കൂട്ടുകാരിയായി നടന്നതിനെ പറ്റിയൊക്കെ. നിനക്കതൊക്കെ ഇപ്പോഴും ഓർമ്മയുള്ളതുകൊണ്ട് ആ പഴയ കൂട്ടുകാരിയായി നിന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ അർച്ചന പൂട്ടു അവന്തികെ.
ഇനി അങ്ങോട്ട് നിന്റെ കഷ്ടകാലം ആരംഭിക്കാൻ പോവാ. നീ ഇങ്ങനെ എന്നെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാന്ന് കരുതിയാണോ? എങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. നിന്നെ കൊണ്ടും അർച്ചനെ കൊണ്ടും എന്തൊക്കെ സാധിക്കുമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എനിക്കൊരു കഷ്ടകാലം വന്ന അത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരുമിച്ചുള്ള കഷ്ടകാലമായിരിക്കും. എന്നെ പുറത്താക്കാനുള്ളതൊന്നും അർച്ചനയുടെ കയ്യിൽ ഇല്ല സന്ധ്യ. നീ ഇനി എങ്ങനെയൊക്കെ അവൾക്ക് തന്ത്രം ഓതിക്കൊടുത്താലും എന്റെ മുന്നിൽ വന്ന് നിന്ന മുട്ടിടിക്കും അവളുടെ. നീ ഇപ്പൊ വന്ന കാര്യം എന്താന്ന് എനിക്കറിയില്ല. സേതുമാധവന്റെ അടുത്ത് അർച്ചനയുടെ നിരപരാധിത്വത്തെ പറ്റി പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് വേഗം വീട് പിടിക്കാൻ നോക്ക്. ഇവിടുന്ന് ഇറങ്ങിപ്പോവാനാ ഞാൻ പറഞ്ഞതിന്റെ മറ്റൊരർത്ഥം. അങ്ങനെ പോകുന്നില്ലെങ്കിലും എനിക്ക് പറയാനുള്ളതൊക്കെ നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടേ സന്ധ്യ ഇവിടുന്ന് പോവും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് അർച്ചനയുടെ കാര്യം. ഇനി ഞാൻ എന്റെ ഒരു കാര്യം കൂടി പറയാം. എന്റെ ഇക്കയുടെ മരണത്തിന്റെ അന്വേഷണം പകുതി വഴിയിൽ നിൽക്കുകയാണിപ്പോ. ഇക്കയുടെ മരണം ഒരു സാധാരണ ആക്സിഡന്റ് അല്ലെന്നും ആരും മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണെന്നും അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോടൊരു സംശയം പറഞ്ഞു. ആ സംശയം ശരിവയ്ക്കുന്ന അന്നു മുതൽ ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ മുന്നിട്ടിറങ്ങി അന്വേഷിക്കും. ആ അന്വേഷണം വന്നു നിൽക്കുന്നത് ഇതുപോലെ ഞാനും നീ മുഖാമുഖമാണെങ്കിൽ ഒരിക്കൽ കൂടി നിന്റെ തോളിൽ ഞാൻ കൈവയ്ക്കും. അത് പഴയ കൂട്ടുകാരിയായല്ല, എന്നെ വിധവയാക്കിയ കാരണക്കാരിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ വേണ്ടിയായിരിക്കും. ഞാനിത് പറയുമ്പോഴുള്ള നിന്റെ ഈ ഭാവമാറ്റത്തിന് ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ഉണ്ടെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഇതുവരെ കാണാത്ത ഈ സന്ധ്യയുടെ മുഖം നീ അന്ന് കാണും. ഓർത്ത് വെച്ചോ നീ. നിങ്ങൾ ആരെ ഈ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നോക്കുന്നേ? എന്റെ ചേച്ചിയോ? അനക്കെ ചേച്ചി മിണ്ടാതിരിക്കും. ഇവര് കുറെ നേരമല്ലോ ഒന്ന് പ്രസംഗിക്കുന്നു, അതും നമ്മുടെ വീട്ടിൽ കയറി വന്നിട്ട്. ഇതൊക്കെ കേട്ട് പേടിക്കുന്നവര് കാണും. ഞങ്ങൾ ആ ഗണത്തിൽ കൂട്ടണ്ട നിങ്ങള്. നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, എന്നോട് ഇമാതിരി വർത്താനം പറയരുതെന്നും നീ എന്റെ തരവല്ലെന്നും. ആളും തരവും നോക്കാതെയുള്ള നിന്റെ ഈ വായ്ത്താളമൊക്കെ ഇവിടെ നിന്റെ ചേച്ചിയുടെ അടുത്ത്. എന്നോടാ ശീലം കൊണ്ട് വന്നാലുണ്ടല്ലോ മാടിച്ച് നിന്റെ കരണക്കുറ്റി ഞാൻ പൊട്ടിക്കും. സമയം കിട്ടുമ്പോഴേ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കണം കൂട്ടുകാരി അല്ലാത്ത സന്ധ്യയെ പറ്റി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.